അപ്പോൾ പിന്നെ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പോകാൻ പോണത് കേട്ടോ. മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുക്കണോ, എൻ്റെ കൂടെ വന്നോളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലം, അതിലുപരി നമുക്കൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലവും എവിടെയാണ് എന്താണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞു പോകാം. അപ്പോൾ സുഖമാണല്ലോ അല്ലേ? ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. എൻ്റെ കൂടെ വന്നോളൂ കേട്ടോ. ഞാനിപ്പോൾ ഏത് ജില്ലയിലാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ബാക്കി കാര്യമൊക്കെ കൂടെ വന്നാലേ പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ വിൻ വ്ലോഗിലൂടെ വീണ്ടും നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കൂടെ വന്നോളൂ. അതെ, അപ്പം പിന്നെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 1 കിലോമീറ്റർ നമുക്ക് ഈ സ്ഥലത്തിൽ എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതെ, അങ്ങനെ ഈ വഴിയാണ് കേട്ടോ. ഒരു കുഞ്ഞു റോഡാണ്, ഒരു ഗ്രാമപ്രദേശമാണ്, അതിലുപരി ഒരു ഗ്രാമപ്രദേശമാണ്, പൊളിയായിട്ടുള്ളൊരു സ്ഥലവുമാണ്. ഈ സ്ഥലത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അവിടെ പോയിട്ട്. എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. എങ്ങനെ, ഇഷ്ടമായോ നിങ്ങൾക്ക്? കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേക്കണേ കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഭൂമിയും അടിപൊളിയാണ് കേട്ടോ. അതെ, അപ്പം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ നിൽക്കുന്ന മെയിൻ സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടേണ്ടതുണ്ടെന്നല്ലേ. എന്തായാലും ഇത് പ്ലാമ്പഴിഞ്ഞി പോണ റൂട്ടാണ് കേട്ടോ. ഈ സൈഡ് എൻ്റെ ഇടത് ഭാഗം അതാണ്. എനിക്ക് സ്ട്രൈറ്റ് ഉള്ള റോഡാണ് പോകേണ്ടത് കേട്ടോ. ഈ സ്ഥലത്താണ് പോകേണ്ടത്. വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഒറ്റശേഖരമംഗലത്ത് പഞ്ചായത്തിൽ പെരുങ്കുന്നം എന്ന് പറയുന്ന സ്ഥലമാണ്, തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിന് ഭയങ്കര ടെൻഷനും കരച്ചിലൊക്കെയാണ്. എൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ബൾജായിരിക്കുന്നത് എന്താണ് ഏതാണെന്ന് ഞാൻ പിന്നാലെ പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സ് തണുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനോടൊപ്പം നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴിയെ ആ സ്ഥലത്തോട്ട് പോകാം. വീണ്ടും ക്ഷണിക്കണേ, അങ്ങോട്ടൊന്ന് വന്നോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പെരുങ്കുന്നം എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എവിടെയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പൊളിയായിട്ടുള്ള സ്ഥലമല്ലേ, നിങ്ങൾക്ക് എന്ത് പറയാനാണ്, ബോറടിപ്പിക്കില്ല. അടിപൊളിയായിട്ട് വൈബായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് കണക്കാക്കിയാൽ മതി. നമുക്കിത് ഈ സ്ഥലത്തെ കൂടെയാണ് പോകേണ്ടത് കേട്ടോ. ഇതുവഴി അവിടെ പോകുമ്പോൾ വെറൈറ്റി ആയ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ കറണ്ട് അടിക്കാതിരിക്കാൻ ഇവിടെ കുരങ്ങ് ശല്യമുണ്ട് കേട്ടോ. ഒത്തിരി കുരങ്ങ് ശല്യം ഉള്ളത് കൊണ്ട് ലൈൻ ഇത് കണ്ടോ, എർത്ത് കമ്പി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. ഈ വഴി നമുക്ക് പോകാം കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോളം അങ്ങോട്ട് കണ്ടു തുറന്ന് അടിപൊളി വൈബായിട്ടുള്ള സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതെ, 6 ഏക്കർ പാറയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. പാറ കയറാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ നിന്ന് കയറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിതാ കയറാൻ പോവുകയാണ്. അപ്പോൾ കൂടെ കയറാനായിട്ട് വന്നത് കേട്ടോ. എന്തായാലും ഞാനിത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അടിപൊളി കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യോ. പൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഒരുപാട് ഐതിഹ്യം നിറഞ്ഞ ഒരു പാറയും കൂടെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഈസി ആയിട്ട് കയറി പോകാൻ പറ്റിയ ഒരു പാറയാണ്. കാരണം കുത്തനെ ഇങ്ങനെ കിടക്കുന്നതല്ല കേട്ടോ, അത്രയും പരന്നൊരു പാറ. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല കാറ്റ് കേട്ടോ, നല്ല എന്താ പറയുക, സൂപ്പർ കാറ്റാണ്. ഉണ്ട്, നല്ല രസമുണ്ട്. ക്ഷേത്രം മുകളിലുണ്ട്. ഞാൻ ആ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. കണ്ടോ, അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പൊ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കുരങ്ങ് ശല്യം ഇവിടെ ഉണ്ടെന്നല്ലേ. ദേ കണ്ടോ, നോക്കിക്കോ, ഒരുപാട് കുരങ്ങ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-20 എണ്ണം ഉണ്ട്, കുറഞ്ഞത് 10-20 എണ്ണം. അമ്മക്കുരങ്ങും കുട്ടിക്കുരങ്ങും അച്ഛൻകുരങ്ങും എല്ലാ കുരങ്ങും ദേ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഈ കുരങ്ങും. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കേട്ടോ. വന്നിരിക്കുക, സന്ധ്യയ്ക്കായാലും നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇതുപോലുള്ള പ്ലേസുകളിൽ വന്നിരിക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലവും
അത് മാത്രമല്ല ഞാനും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സർപ്പക്കാവുണ്ട്. കാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ആ കാവിനടുത്ത് പോയിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ. അപ്പം വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണേ, ഇവിടെ വന്നോ. നല്ല കാറ്റ് കേട്ടോ, ചെറിയൊരു മഴക്കോളും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാറ്റ്. ഇന്നലെ രാത്രിയിലൊക്കെ ഒരല്പം മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞ സർപ്പക്കാവിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതേ പഴയ കാലം ഒരു റെങ്കിപ്പെട്ടിയൊക്കെ അതാ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല, അതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും അറിയില്ല എന്താണെന്ന്. ഞാൻ എന്തായാലും ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഇതാണ് സർപ്പക്കാവ് കേട്ടോ. ഈ കാവിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളി നാഗം വന്ന് ഈ സ്ഥലത്ത് ചട്ട പൊഴിക്കുമെന്നും അങ്ങനെ എന്തു പറയാനാണ്, അങ്ങനെയുള്ള ഒരു ഭയങ്കര ഐതിഹ്യം നിറഞ്ഞ ഒരു കാവാണ് ഇത്. മലയിലുള്ള ആൾക്കാർ കേട്ടോ, പൂർവികർ പണ്ട് ഉള്ളവർ ഇവിടെ വന്ന് ഒരു 4-5 ഫാമിലി താമസിച്ചിരുന്ന് അവരാണ് ഈ ക്ഷേത്രവും ഈ സർപ്പക്കാവും ഒക്കെ കൊണ്ടുവന്നത് കേട്ടോ. മീൻസ് അവരുടെ വിശ്വാസങ്ങളാണ്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് സർപ്പക്കാവ്. അപ്പോൾ സർപ്പക്കാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു വെള്ളി നാഗം വന്ന് ഇവിടെ വന്ന് ചട്ട പൊഴിക്കുമായിരുന്നു. ആ നാഗമാണ് ഒരു കാവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതുവഴി നമുക്ക് പോകേണ്ടത് ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രമാണ്. വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പം അയ്യപ്പനാണ് അവിടെ കുടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പം ഈ 6 ഏക്കർ പാറ, നമ്മുടെ ഈ പെരുങ്കുന്നം പാറ എന്നാണ് 2 പേരും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഈ ക്ഷേത്രത്തിന് വളരെ പ്രത്യേകതകളുണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാൻ. നട തുറന്നാണ് ഇരിക്കുന്നത്. നട മീൻസ് അകത്തെയല്ല, ഈ ഗേറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് പൂട്ടുകളൊന്നുമില്ല കേട്ടോ. അകത്ത് നമുക്ക് വേണമെങ്കിൽ കയറി പ്രാർത്ഥിക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതാ ഇവിടെ ഒരു കൽവിളക്കുണ്ട്. കൽവിളക്ക് പണി കഴിപ്പിച്ചിട്ടില്ല. അപ്പം കുറച്ച് പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ കുറച്ച് നടക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ അല്പനേരം ഇരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ 6 ഏക്കർ പാറയുടെ മുകളിൽ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ വന്നല്ലേ. ഇതേ കണ്ടോ അയ്യപ്പ ക്ഷേത്രം. ഒരു വർഷത്തിലൊരിക്കലാണ് ഇവിടുത്തെ ഉത്സവവും മറ്റുള്ള കാര്യങ്ങളും. വിശേഷ ദിവസങ്ങളിൽ പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ 6 ഏക്കർ പാറയും. ഒരു പൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം അല്ലേ. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. മനസ്സ് ശരീരവും ഒന്ന് റിലാക്സ് ആവാനും നമ്മുടെ ഈ 6 ഏക്കർ പാറയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നമുക്കിഷ്ടമാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. വീണ്ടും പറഞ്ഞു പോവുകയാണ്, പൊളി വൈബാന്നേ. ഇന്നെന്താണ് അതാണ് നമ്മുടെ ലൈഫ് അല്ലേ. നാളെ നമ്മുടെ കയ്യിലില്ല. അപ്പം നമുക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമാണെങ്കിൽ യാത്ര പോവുക. ചിലപ്പോൾ നമുക്ക് അതിനുള്ള എക്സ്പെൻസ് കാണത്തില്ല. കുഞ്ഞു ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി അല്പനേരം ഇരുന്ന് മനസ്സും ഒക്കെ റിലാക്സ് ആവാൻ പറ്റിയ ഒരു പൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അല്ലേ. അപ്പം ലൈഫ് ഒന്നേ ഉള്ളൂ. ആണല്ലേ. അതെ. അപ്പം പിന്നെ എനിക്ക് മനസ്സ് റിലാക്സ് ആവാൻ വന്നത് എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെല്ലമ്മപ്പാറ, കുറിഞ്ഞിപ്പാറ, എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പാറയും വാട്ടർഫാൾസും ഒക്കെ ഒത്തിരി ഒരു 6-7 വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് എന്ത് പറയാനാണ് റീസെറ്റായി പോയിട്ടുണ്ട്. അതിന് വളരെ സങ്കടം തോന്നി കേട്ടോ. നമ്മുടെ ഈ പാറയിൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞില്ല കേട്ടോ. പാറയിൽ 2ാമത്തെ സ്റ്റെപ്പാണ് ഞാൻ വരുന്നത്. കാരണം ഇതിൻ്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയി. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയുന്നില്ല, ഒത്തിരി നേരം കരഞ്ഞു. കാരണം നമ്മൾ അത്ര കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസും എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ വീട്ടിൽ ഇരുന്നൊരു ഫുഡ് വ്ളോഗല്ല ചെയ്യുന്നത്. പുറത്ത് ഇറങ്ങി സഞ്ചരിച്ച് പ്രകൃതിയും ഞാനും എന്നുള്ളൊരു അത്രയും കാഴ്ചപ്പാടോടുകൂടെ പോകുന്നതാണ്. അപ്പം ഡിലീറ്റ് ആയിപ്പോയപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എനിക്കൊന്ന് 2 ദിവസം കൊണ്ട് ഡള്ളായിരിക്കുക ഫേസും മനസ്സും ഒക്കെ. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് ഇവിടെ വന്ന് ഇരിക്കാം. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എൻ്റെ വിഷമം ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി തന്നെയാണ് നിങ്ങളെ ഞാൻ അവിടെ നിന്ന് ക്ഷണിച്ചുകൊണ്ട് വന്നത്. അപ്പം ഇതൊക്കെ തന്നെ കേട്ടോ, കുഞ്ഞു വിശേഷം, കുഞ്ഞു കാഴ്ചകൾ, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇവിടം വരെ വരാനായിട്ട്, അമ്പൂരിൽ നിന്ന് ഇവിടം വരെ വരാനായിട്ട് 6 കിലോമീറ്ററാണ്. നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടം വരെ വരാനായിട്ട് 36 കിലോമീറ്ററും ഉണ്ട്. അപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ല ഒറ്റശേഖരം മംഗലം പഞ്ചായമാണ്.
നമ്മളെ പെരുങ്കുന്നം പാറ കേട്ടോ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോയാണ്. താഴെ ഒരു വിളക്ക് വെക്കുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വന്നോളൂ. അപ്പോൾ ഈ പാറയുടെ ഈ സൈഡിലായിട്ട് ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മുടെ എന്തു പറയാനാണ്, പ്രദേശവാസികൾ വൈകുന്നേരം സന്ധ്യാസമയങ്ങളിൽ ഇവിടെ വന്ന് വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ ഈ പാറയെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ എന്തു പറയാനാണ്, നല്ല പൊളിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ ഒന്ന് വരുന്നത്. നല്ല രസമുള്ളൊരു പാറ തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവണമെങ്കിൽ ഈ പാറ കണ്ടിട്ട് എങ്ങനെയാണ് എനിക്കൊരു ഡാൻസ് കളിക്കാനൊക്കെ തോന്നുകയാണ് കേട്ടോ. അപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്ന് വേണ്ട സിനിമ സീരിയൽ ഷൂട്ടിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്നറിയുമോ, കുട്ടികൾക്ക് മുതിർന്നവർക്ക് പോലും നമുക്ക് കയറി ഈസി ആയിട്ട് പോകാൻ പറ്റും. അത്ര അതെ കാണിച്ചു കൊടുത്തേ, നിരന്ന ഒരു പാറയാണ് കേട്ടോ. അതെ കണ്ടോ, നമ്മളിങ്ങനെ കുന്തിയ പാറയല്ല, വീണ്ടും പറഞ്ഞു പോവുകയാണ്, നിരന്ന പാറയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ മനസ്സ് റിലാക്സ് ആക്കാൻ വന്നിട്ടുള്ളതാണ്. 2 ദിവസം കൊണ്ട് മൈൻഡൊക്കെ സത്യം പറഞ്ഞാൽ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോ എടുത്ത് ഗാലറിയിലൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത്, എല്ലാം അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു ഡാൻസ് പാടി കളിക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു പാടി ഡാൻസും കളിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാന പാരിങ്ങടി വായോ വായോ നീ എൻ മാറിൽ ചായോ മാർഗളി മാസമല്ലേ. അത്രയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ആ ഫാമിലിയിലുള്ള എല്ലാവരും, അവിടുത്തെ ആൻറ്റിയും മംഗളും അവരുടെ മോനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊഴിലുറപ്പിനോ അങ്ങാണ്ട് ജോലിക്കൊക്കെ പോയിട്ടുണ്ട്, ആരെയും കാണാനില്ല. അപ്പോൾ പിന്നെ എനിക്ക് അതുകൊണ്ട് അവരോട് ഒന്നും പറയാനും പറ്റില്ല, വീട്ടിലാരുമില്ല. എന്തായാലും അപ്പം അടുത്ത് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാം പോയ സ്ഥിതിക്ക് എല്ലാ വീഡിയോ ഒന്നും എടുത്തിടണ്ടേ. അപ്പോൾ അടുത്ത് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെല്ലപ്പം പാറയിലോട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അമ്പൂരിലോട്ട് പോവുകയാണ്, വരുന്നുണ്ടോ? അയ്യോ, ഒരു കാര്യം ചോദിക്കട്ടെ, മനസ്സൊന്ന് റിലാക്സ് ആയോ? എനിക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ എങ്ങനെ, കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിക്കുഴിയാണ്. ഏതാണ് ഇതുവഴിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് കേട്ടോ. ഈ വഴിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ പിന്നെ വീണ്ടും ചോദിക്കുകയാണ്, മനസ്സും ശരീരവും തണുത്തോ? എന്നാൽ എനിക്ക് തണുത്ത് കേട്ടോ.